നോക്കൂ, ഈ CPIM സംസ്ഥാന നേതൃത്വത്തിലെ കണ്ണൂർ സ്വാധീനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അത് കണ്ണൂർ ലോബി എന്ന പേരിൽ പല ഘട്ടങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ രണ്ടായി പിരിയുന്നതിന്റെ സൂചനകൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന ഒരു നിരയും എതിർവശത്ത് ഇവർക്കെതിരെ മറ്റൊരു ചേരിയും രൂപം കൊള്ളുന്നു എന്നാണ് സൂചനകൾ. ഈ എതിർചേരിക്ക് കരുത്ത് പകരുന്നതിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളും ഉണ്ട് എന്നുള്ള കാര്യമാണ് കൗതുകം. കണ്ണൂരിൽ നിന്ന് CPIM-ൽ കലാപക്കൊടി ഉയരുന്നോ? ഈ ചോദ്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിലെ, കണ്ണൂര് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പാർട്ടി കോട്ടയാണ് കണ്ണൂർ എന്നാണ് ഇതുവരെ ഉള്ള ഒരു വിലയിരുത്തലും. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കോട്ടകളൊക്കെ ഇളകി പൊളിഞ്ഞ് തകർന്നു വീഴുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. പാർട്ടിക്കിൽ നിന്നും പുറത്തു വന്ന് പാർട്ടി വിമതരായി മത്സരിച്ചവർ ജയിച്ചു കയറുകയും പാർട്ടി കോട്ടകളിൽ ശക്തമായ വിള്ളൽ, പിണറായി വിജയന്റെ ധർമ്മടത്തടക്കം വിള്ളൽ വരികയും അദ്ദേഹം പിറകിൽ പോകുന്നതുമൊക്കെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന കാര്യം അപ്പം തന്നെ മനസ്സിലായിരുന്നു. അതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞു. അത് കഴിഞ്ഞ് തോൽവിയുടെ വിലയിരുത്തൽ വന്നു. അതിനുശേഷം മറ്റൊരു സർക്കാർ അധികാരത്തിലേക്ക് എത്തി, ഇടതുമുന്നണി പ്രതിപക്ഷമായിട്ട് വന്നു. അതിനുശേഷം തന്നെ വരുന്ന പല സ്റ്റേറ്റ്മെന്റുകളിലും നേതാക്കൾ തമ്മിലുള്ള, അതും മുതിർന്ന നേതാക്കൾ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ പോലും ഒരു വൈരുദ്ധ്യം പ്രകടമാണ്. അത് വിഴിഞ്ഞം വിഷയത്തിൽ അടക്കം നമ്മളത് കണ്ടതുമാണ്. ശരിക്കും ഒരു കലാപക്കൊടി ഉയരുന്നുണ്ടോ കണ്ണൂരിൽ, നിഖിൽ? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നലെ വിഴിഞ്ഞത്തെക്കുറിച്ച് EP ജയരാജനും KK ശൈലജയും നടത്തിയ പ്രതികരണങ്ങളാണ് വീണ്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ചയാക്കുന്നതിൻ്റെ കാരണമെങ്കിൽ പോലും ഈ കണ്ണൂർ CPIM-നകത്ത് MV ഗോവിന്ദനും പിണറായി വിജയനും അടങ്ങിയ നേതൃത്വത്തിനെതിരെയുള്ള വികാരം അത് രൂപപ്പെട്ടിട്ട് കാലം കുറേ ആയി എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഈ MV ഗോവിന്ദനും പിണറായി വിജയനും നയിക്കുന്ന CPIM നേതൃത്വത്തിനെതിരെ ഒരു വികാരം പൊതുവെ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ രൂപപ്പെടുന്ന കൂട്ടുകെട്ടിന്, അതായത് പിണറായി MV ഗോവിന്ദൻ ചേരിക്കെതിരെ മറ്റൊരു പുതിയ ചേരി രൂപപ്പെടുമ്പോൾ ആ ചേരിക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കളുടെ ഒരുപക്ഷെ നീണ്ട നിര തന്നെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് നിലവിലെ സൂചനകൾ. പല കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. നേരത്തെ സേതു നമ്മൾ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ കണ്ണൂർ ലോബി എന്നൊരു പദപ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. CPIM-നെ എല്ലാ കാലത്തും നിയന്ത്രിച്ചിരുന്ന, അതിനെ നയിച്ചിരുന്ന ശക്തി എന്ന് പറയുന്നത് കണ്ണൂർ കേന്ദ്രീകരിച്ചായിരുന്നു. അങ്ങനെയാണ് ഈ കണ്ണൂർ ലോബി എന്ന പദം പോലും ഈ CPIM-ന്റെ സംസ്ഥാന നേതൃനിരയിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യം വരുന്നത്. പക്ഷേ ആ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ആ ഒരു സംഗതി അതിപ്പോൾ ഇല്ല, ക്ഷയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ നേതാക്കൾ നമ്മുടെ ഓർമ്മയിൽ എവിടെയും ഇല്ലാത്ത വിധത്തിൽ രണ്ടായി പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നമുക്ക് സന്ദർഭങ്ങളും നേതാക്കളുടെ പേരും എടുത്തു പറഞ്ഞ് തന്നെ പറയാൻ കഴിയും. അത് പല കാരണങ്ങളാൽ ഈ പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും നിലപാടുകളോട് വിയോജിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അവരോട് എതിർപ്പ് അറിയിക്കേണ്ടി വന്ന, മനസ്സിലെങ്കിലും എതിർപ്പ് സൂക്ഷിക്കേണ്ടി വന്ന മുതിർന്ന നേതാക്കൾ തന്നെ കണ്ണൂരിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ജില്ലാ നേതൃത്വത്തിലുള്ള TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ MV ഗോവിന്ദനെതിരെയുള്ള ഒരു വികാരം അത് തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ EP ജയരാജനെയും KK ശൈലജയെയും PK ശ്രീമതിയെയും P ജയരാജനെയും ഒക്കെ പോലുള്ള നേതാക്കളുടെ നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. കാരണം EP ജയരാജൻ അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതൃപ്തനാണ്. മറ്റൊന്ന് KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂരിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർക്ക് ആ ഒരു അതൃപ്തിയുണ്ട്. P ജയരാജനാണെങ്കിൽ നേരത്തെ തന്നെ വ്യക്തിപൂജ വിവാദമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ ഇത്തവണ കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവിടേക്ക് അദ്ദേഹം എത്തുന്നില്ല. അങ്ങനെ ഈ ഓരോ നേതാക്കൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അതൊരു പുതിയ ചേരിക്ക് അനുകൂലമായ ഒരു അതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. ഈ നേതാക്കൾക്കിടയിൽ പല വിഷയങ്ങളിലും അതൃപ്തിയുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്. അത് ചെറുതായിട്ടെങ്കിലും അവരുടെയൊക്കെ പ്രതികരണങ്ങളിലൂടെ, പല വിഷയങ്ങളെയും പ്രതികരണത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ
കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി പാർട്ടി ഒന്നിച്ചു പോകുമോ അതോ വേറൊരു ചേരി അവിടെ ഉദയം കൊള്ളുമോ എന്നുള്ള കാര്യം നമുക്കിനി കാത്തിരുന്നറിയേണ്ടതാണ്.